ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രചാരണം ശക്തമാക്കി എൻഡിഎയും മഹാസഖ്യവും. താരപ്രചാരകരും സജീവം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത് റേഡിയോ പ്രഭാഷണ പരിപാടിയുടെ 127ാം പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക്. ശാസ്ത്ര സാങ്കേതിക മേഖലകളിലെ മികവിനുള്ള രാഷ്ട്രീയ വിഗ്യാൻ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ജയന്ത് വിഷ്ണു നർലിക്കർക്ക് മരണാനന്തര ബഹുമതിയായി വിഗ്യാൻ രത്ന പുരസ്കാരം. മൊബൈൽ ഫോൺ നിർമ്മാണ വ്യവസായത്തിൽ സ്വയം പര്യാപ്തതയിലേക്കുള്ള പാതയിലാണ് രാജ്യമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കേരളത്തിൽ ശക്തമായ കാറ്റും മഴയും തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള തീരത്ത് ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഓസ്ട്രേലിയയ്ക്കെതിരായ 3ാം ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് ജയം. രോഹിത് ശർമ്മയ്ക്ക് സെഞ്ചുറി. വാർത്തകൾ വിശദമായി. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിനായുള്ള പ്രചാരണങ്ങൾ ഊർജിതമാക്കി എൻഡിഎയുടെയും മഹാസഖ്യത്തിന്റെയും താരപ്രചാരകർ. മുതിർന്ന ബിജെപി നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ ഖഗാരിയയിൽ തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തു. അതേസമയം ഭാരതീയ ജനതാ പാർട്ടിയുടേത് നിഷേധാത്മക രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് ആർജെഡി നേതാവ് തേജസ്വി പ്രസാദ് യാദവ് പട്നയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. എൻഡിഎയും മഹാസഖ്യവും ജനങ്ങളുടെ അഭിലാഷങ്ങൾ നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് ജൻ സുരാജ് പാർട്ടി സ്ഥാപകൻ പ്രശാന്ത് കിഷോർ ആരോപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ. പരിപാടിയുടെ 127ാം പതിപ്പ് രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാള പരിഭാഷയും ഉണ്ടായിരിക്കും. ദൂരദർശനും മൻ കി ബാത് സംപ്രേഷണം ചെയ്യും. ശാസ്ത്ര സാങ്കേതിക മേഖലകളിലെ മികവിനുള്ള 2025 രാഷ്ട്രീയ വിഗ്യാൻ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. അന്തരിച്ച പ്രമുഖ ശാസ്ത്രജ്ഞൻ ജയന്ത് വിഷ്ണു നർലിക്കർക്കാണ് വിഗ്യാൻ രത്ന പുരസ്കാരം. മലയാളികൾ ഉൾപ്പെടെ 8 പേർ വിഗ്യാൻ ശ്രീ പുരസ്കാരവും 14 പേർ വിഗ്യാൻ യുവ പുരസ്കാരവും നേടി. CSIR അരോമ മിഷനാണ് വിഗ്യാൻ ടീം അവാർഡ്. ബഹിരാകാശ സാങ്കേതിക വിദ്യാ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ച VSSC പ്രോജക്ട് ഡയറക്ടറും മലയാളിയുമായ N. ജയൻ ആകാശവാണി വാർത്തകളോട്. ഈ വിഗ്യാൻ ശ്രീ അവാർഡ് ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഈ അവാർഡ് ഞാൻ എന്റെ എല്ലാ ടീം അംഗങ്ങൾക്കും സമർപ്പിക്കുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ ക്രയോജനിക് എഞ്ചിൻ വികസിപ്പിച്ച ടീമിൽ ഒരു സജീവ അംഗമാകാൻ എനിക്ക് സാധിച്ചു. എനിക്ക് അതിന് അവസരം നൽകുകയും അതിനുള്ള എല്ലാ പ്രചോദനവും നൽകിയ എന്റെ എല്ലാ മേലധികാരികൾക്കും എന്റെ നന്ദി അറിയിക്കുന്നു. ബഹിരാകാശ രംഗത്ത് ഇന്ത്യ ഇന്ന് വളരെ നിർണായകമായ ശക്തിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിലൊരു ചെറിയ പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ വളരെയേറെ അഭിമാനിക്കുന്നു. ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാൻ ഇതുപോലുള്ള പുരസ്കാരങ്ങൾ നമുക്ക് ഒരു ഊർജം തരും. മൊബൈൽ ഫോൺ നിർമ്മാണ വ്യവസായത്തിൽ സ്വയം പര്യാപ്തതയിലേക്കുള്ള പാതയിലാണ് രാജ്യമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. 2 വർഷത്തിനുള്ളിൽ ഇന്ത്യ പൂർണ്ണമായും മൊബൈൽ ഫോൺ ഘടകങ്ങളുടെ ആഭ്യന്തര ഉൽപാദനശേഷി കൈവരിക്കും. ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CCTV ഉൾപ്പെടെ വിവിധ ആപ്ലിക്കേഷനുകൾക്കുള്ള ചിപ്പ് സെറ്റുകൾ രാജ്യം വികസിപ്പിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഛഠ് പൂജ ആഘോഷങ്ങളോടനുബന്ധിച്ച് വിപുലമായ യാത്രാ സൌകര്യമൊരുക്കി ഇന്ത്യൻ റെയിൽവേ. തിരക്ക് കണക്കിലെടുത്ത് 6181 പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുന്നുണ്ട്. ഈ ഉത്സവ കാലയളവിൽ ഇതുവരെ ഏകദേശം 1.5 കോടി പേർ ട്രെയിൻ യാത്ര ചെയ്തതായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ രാജ്യം അതിവേഗം മുന്നേറുകയാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ. ന്യൂഡൽഹി എയിംസിൽ 50ാമത് ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മെഡിക്കൽ സീറ്റുകളുടെ എണ്ണം 51,000-ൽ നിന്ന് 1,29,000 വർദ്ധിച്ചിട്ടുണ്ടെന്നും ശ്രീ നഡ്ഡ പറഞ്ഞു. AIIMS has established itself as a leader in the AI-driven diagnostics and robotic surgery training. I congratulate for taking this initiative and now being the leader in diagnostics and robotic surgery training for the first time in India that AIIMS has done the groundbreaking procedures for dual kidney transplant and renal auto transplant. For this also, I congratulate the initiative taken by the faculty of AIIMS. രാജസ്ഥാനിൽ നടക്കുന്ന സേനാ കമാൻഡർമാരുടെ സമ്മേളനത്തിൽ വിവിധതരം ഡിജിറ്റൽ ക്ഷേമ സംരംഭങ്ങൾ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്തു. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ പോർട്ടലും സൈനിക് യാത്രി മിത്ര മൊബൈൽ ആപ്ലിക്കേഷനും ശ്രീ രാജ്നാഥ് സിംഗ് പുറത്തിറക്കി. ആരോഗ്യമേഖലയിൽ ആഗോള നിലവാരത്തിലുള്ള ഗവേഷണം സാധ്യമാക്കാൻ സ്വകാര്യ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കണമെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലുള്ള യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ 54ാം സ്ഥാപക ദിനത്തിൽ ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. രാജ്യത്തുടനീളമുള്ള ജനങ്ങൾക്ക് പ്രയോജനകരമാകുകയാണ് സെപ്റ്റംബർ 22-ന് ആരംഭിച്ച GST സമ്പാദ്യോത്സവം. തുകൽ, പാദരക്ഷാ മേഖലയ്ക്ക് നവോന്മേഷം പകരുന്നതാണ് പുതുതലമുറ GST നിരക്കുകൾ. വിവിധ തുകൽ ഉൽപ്പന്നങ്ങളുടെ GST 12-ൽ നിന്ന് 5% കുറച്ചത് നിർമ്മാണ ചെലവുകൾ ഗണ്യമായി കുറയ്ക്കുകയും ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ചെയ്തു. കയറ്റുമതി സാധ്യതകൾ ശക്തിപ്പെടുത്താനും നിർമ്മാണ മേഖലയിൽ യുവാക്കളുടെ നേതൃത്വത്തിലുള്ള സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇത് സഹായകമായി. മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട പദ്ധതികൾക്ക് കേരള സർക്കാരിൽ നിന്ന് മികച്ച സഹകരണമാണ് ലഭിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. തൃശൂരിൽ മത്സ്യബന്ധന മേഖല ബോധവൽക്കരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവിധ ക്ഷേമ വികസന പദ്ധതികൾക്ക് കീഴിലെ ആനുകൂല്യങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്കും കർഷകർക്കും ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കുമെന്നും ശ്രീ ജോർജ് കുര്യൻ പറഞ്ഞു. കേരളത്തിൽ ഈ മേഖലയിൽ പൂർണ്ണമായിട്ടുള്ള സഹകരണമാണ്. എല്ലാ ജനപ്രതിനിധികളും ഈ പദ്ധതികളുമായിട്ട് സഹകരിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവുമില്ല. അതുകൊണ്ടാണ് കേരളത്തിൽ അനേകം പദ്ധതികൾ അത് നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചത്. അതിലെപ്പോഴേ ഞാൻ പറഞ്ഞ 177 കോടി രൂപയാണ് നമ്മുടെ DPR അംഗീകരിച്ചത്. അതിൽ 106 കോടി രൂപ കേന്ദ്ര സർക്കാരിൻ്റെയും ബാക്കി സംസ്ഥാന സർക്കാരിൻ്റെയുമാണ്. ഏതാണ്ട് എല്ലാ പദ്ധതികളും 60-40 എന്നുള്ള രീതിയിലാണ് നടപ്പിലാക്കുന്നത്. കേരളത്തിലെ 9 സംയോജിത തീരദേശ ഗ്രാമങ്ങളെ വികസനത്തിന് തിരഞ്ഞെടുത്തതായും ശ്രീ ജോർജ് കുര്യൻ അറിയിച്ചു. കേരളത്തെ ആഗോള നൈപുണ്യ കേന്ദ്രമാക്കി വികസിപ്പിക്കുമെന്നും ഇതിനായി ഇവിടെയുള്ള വ്യാവസായിക പരിശീലന കേന്ദ്രങ്ങളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നും മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരത്ത് മെറിറ്റോറിയ 2025 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ശക്തമായ മഴയും കാറ്റും തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാളെ 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള തീരത്ത് ചൊവ്വാഴ്ച വരെയും ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഈ മാസം 28 വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഓസ്ട്രേലിയയ്ക്കെതിരായ അവസാന ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് 9 വിക്കറ്റ് ജയം. സിഡ്നിയിൽ നടന്ന മത്സരത്തിൽ രോഹിത് ശർമ്മ സെഞ്ചുറിയും വിരാട് കോഹ്ലി അർദ്ധ സെഞ്ചുറിയും നേടി. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ 47-ാം ഓവറിൽ 236 റൺസിന് എല്ലാവരും പുറത്തായി. ഇന്ത്യ 39-ാം ഓവറിൽ ലക്ഷ്യത്തിലെത്തി. ആദ്യ 2 മത്സരങ്ങൾ ജയിച്ച ഓസ്ട്രേലിയ നേരത്തെ പരമ്പര സ്വന്തമാക്കിയിരുന്നു. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിനെതിരായ മത്സരത്തിന്റെ ആദ്യ ദിനം അവസാനിക്കുമ്പോൾ പഞ്ചാബ് 6 വിക്കറ്റിന് 240 റൺസ് എന്ന നിലയിൽ. ചണ്ഡീഗഡിൽ നടക്കുന്ന മത്സരത്തിൽ പഞ്ചാബിനായി ഹർനൂർ സിംഗ് സെഞ്ചുറി നേടി. റാഞ്ചിയിൽ നടക്കുന്ന 4ാമത് സാഫ് ചാമ്പ്യൻഷിപ്പിന്റെ 2ാം ദിവസമായ ഇന്ന് അത്ലറ്റിക്സ് ഫൈനൽ പുരോഗമിക്കുകയാണ്. 36 മെഡലുകൾക്കായി 12 ഇനങ്ങളിലാണ് ഫൈനൽ പോരാട്ടം. കേരള സ്കൂൾ കായികമേളയുടെ നീന്തൽ ഇനങ്ങളിൽ തിരുവനന്തപുരത്തിന് ഓവറോൾ ചാമ്പ്യൻഷിപ്പ്. നിലവിലെ ചാമ്പ്യന്മാരായ തിരുവനന്തപുരം 73 സ്വർണവും 63 വെള്ളിയും 46 വെങ്കലവുമായി 649 പോയിന്റോടെയാണ് 1ാം സ്ഥാനം നിലനിർത്തിയത്. മെസ്സി ഉൾപ്പെടുന്ന അർജന്റീന ഫുട്ബോൾ ടീം നവംബറിൽ കേരളത്തിലേക്ക് വരില്ലെന്ന് സ്പോൺസർമാർ. ഫിഫ അനുമതി ലഭിക്കാനുള്ള കാലതാമസമാണ് കാരണം. സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് നടക്കുന്ന ഈസ്റ്റ് ബംഗാൾ ടെമ്പോ ഗോവ മത്സരം സമനിലയിൽ. ഇരു ടീമും 2 ഗോൾ വീതം നേടി. 47ാമത് ആസിയാൻ ഉച്ചകോടിക്ക് നാളെ ക്വാലാലംപൂരിൽ തുടക്കമാകും. സഹകരണവും സുസ്ഥിരതയും എന്ന പ്രമേയത്തിൽ നടക്കുന്ന ഉച്ചകോടിയുടെ ഉദ്ഘാടന ചടങ്ങിൽ വിവിധ ആസിയാൻ നേതാക്കൾ പങ്കെടുക്കും. ടിമോർ ലെസ്റ്റിനെ ആസിയാനിലെ 11ാമത് അംഗരാജ്യമാക്കിക്കൊണ്ടുള്ള പ്രമേയം ചടങ്ങിൽ അംഗീകരിക്കും. അദാനി ഗ്രൂപ്പ് കമ്പനികളിലേക്ക് LIC ഫണ്ടുകൾ നിക്ഷേപിക്കുന്നതുമായി ബന്ധപ്പെട്ട വാഷിംഗ്ടൺ പോസ്റ്റിന്റെ റിപ്പോർട്ടുകൾ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നിഷേധിച്ചു. ബാഹ്യഘടകങ്ങളുടെ സ്വാധീനത്താലാണ് നിക്ഷേപ തീരുമാനങ്ങൾ എന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തത്. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് LIC വ്യക്തമാക്കി. പ്രശസ്ത ഹിന്ദി സിനിമാ സീരിയൽ താരം സതീഷ് ഷാ അന്തരിച്ചു. 74 വയസ്സായിരുന്നു. ടെലിവിഷൻ പരമ്പരയായ സാരാഭായ് വേഴ്സസ് സാരാഭായിലെ ഇന്ദ്രവദൻ സാരാഭായി എന്ന അവിസ്മരണീയമായ വേഷത്തിലൂടെയാണ് അദ്ദേഹം ജനപ്രിയനായത്. പ്രധാന വാർത്തകൾ വീണ്ടും. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രചാരണം ശക്തമാക്കി NDAയും മഹാസഖ്യവും. താരപ്രചാരകരും സജീവം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത് റേഡിയോ പ്രഭാഷണ പരിപാടിയുടെ 127ാം പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക്. ശാസ്ത്ര സാങ്കേതിക മേഖലകളിലെ മികവിനുള്ള രാഷ്ട്രീയ വിഗ്യാൻ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ജയന്ത് വിഷ്ണു നർലിക്കർക്ക് മരണാനന്തര ബഹുമതിയായി വിഗ്യാൻ രത്ന പുരസ്കാരം. മൊബൈൽ ഫോൺ നിർമ്മാണ വ്യവസായത്തിൽ സ്വയം പര്യാപ്തതയിലേക്കുള്ള പാതയിലാണ് രാജ്യമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്.
കേരളത്തിൽ ശക്തമായ കാറ്റും മഴയും തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള തീരത്ത് ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഓസ്ട്രേലിയക്കെതിരായ 3-ാം ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് ജയം. രോഹിത് ശർമ്മയ്ക്ക് സെഞ്ചുറി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.